നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. കാത്തിരുന്ന് മുഷ്ണാവും? ഒരിക്കലുമില്ല. കൂട്ടുകാരെ കാണാൻ അല്പം കാത്തിരുന്നാൽ എന്താ? എന്നിട്ടാണോ ഞാൻ വരാൻ നേരം വൈകിയതിന് ബ്ലസ്റ്റേഴ്സ് എന്നെ അല്പം മുമ്പ് വഴക്ക് പറഞ്ഞത്? അത് പിന്നെ ബിലിൻ, നമുക്കിടയിലെ കാര്യം ഇങ്ങനെ ഓപ്പണായി പറയാൻ പാടുണ്ടോ? ആഹാ, ഇപ്പൊ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലായിക്കോ. ബിലിൻ കൃത്യനിഷ്ഠയില്ലാത്ത ആളാണെന്ന് എല്ലാവരും കരുതിക്കോട്ടെ. അത് വേണ്ട, ഞാൻ വളരെ പഞ്ചലാട്ടോ. ഓക്കെ, എങ്കിൽ തുടങ്ങാം. വെൽക്കം ടു ജീസസ് കിഡ്സ്. സ്വന്തം അനുഭവങ്ങൾ കഥകളായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ കാരണമാകും. സ്വന്തം കഥകൾ നമുക്ക് മുമ്പിൽ വരച്ചു കാണിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും കാര്യങ്ങൾ പഠിക്കണം. കഥകൾ കാണാൻ കൂട്ടുകാർക്ക് തിടുക്കമായി കാണും അല്ലേ? കഥകൾ അവതരിപ്പിക്കാൻ കൂട്ടുകാർ റെഡി. കാണാം കാട്ടിലെ കൂട്ടുകാർ. ഞാൻ ജസ്റ്റ് കയറിയതല്ലേ ഉള്ളൂ, കുറച്ചു നേരം ചവിട്ടിക്കോട്ടെ. നീ പഠിച്ചതല്ലേ പപ്പീസ്, ഇനി ഈ പീലി പഠിക്കട്ടെ. പഠിച്ചു കഴിഞ്ഞാ എനിക്ക് സൈക്കിള് വാങ്ങി തരാന്നാ പപ്പ പറഞ്ഞിരിക്കുന്നേ. പിന്നെ നല്ല രസം ഇങ്ങനെ ഓടിക്കാൻ. എടാ പപ്പീസ്, അവള് പഠിക്കട്ടെ, പിന്നെ നമുക്ക് 2 സൈക്കിൾ ആവില്ലേ? അതെങ്ങനെയാ? അവള് പഠിച്ചു കഴിഞ്ഞാ അവളുടെ പപ്പ വാങ്ങിക്കൊടുക്കുന്ന സൈക്കിളും എന്റെ ഈ സൈക്കിളും കൂടുമ്പോൾ 2 ആയില്ലേ? ഓ, സംഗതി ശരി തന്നെ. പക്ഷേ ഇതൊക്കെ നടക്കുമോ? നടക്കൂന്നേ, എന്റെ പപ്പ പറഞ്ഞതാ. ഓ, പുതിയ സൈക്കിൾ വേണമെങ്കിൽ പപ്പീസ് സൈക്കിളിൽ നിന്ന് ഇറങ്ങ, ഈ പീലി പഠിക്കട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇതാ പിടിക്കും. എങ്കിൽ പിന്നെ ഇത്ര ബുദ്ധിമുട്ടി പഠിക്കണോ? പപ്പീസേ, അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? കാണട്ടെ ഞാൻ ചവിട്ടിക്കോ. ഞാൻ പിടിച്ചിട്ടുണ്ട്, പേടിക്കണ്ട. ചവിട്ടിക്കോ, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും കേട്ടോ, ഇവള് പഠിക്കാനൊന്നും പോകുന്നില്ല. എന്താ പപ്പീസ്, നീ ഇങ്ങനെയല്ലേ പഠിച്ചത്? കൊള്ളാം, ഒരു ആംബുലൻസ് വിളിക്കേണ്ടി വരും കേട്ടോ. പേടിയൊന്നും വേണ്ട, നിന്നെ ഞാൻ പഠിപ്പിക്കും. ബാലൻസ്. കഷ്ടം, ഗംഭീർന്ന് ക്ഷീണിച്ച് അവശനാകും.
പപ്പീസേ എന്താ പരിപാടി? ഓ എന്ത് പരിപാടി, ഇന്ന് അവധിയല്ലേ. അപ്പൊ ഗംഭീറിന്റെ കൂടെ സൈക്കിൾ ചവിട്ടി പഠിക്കാമെന്ന് കരുതി. ഓഹോ അത് ശരി. എന്നിട്ട് സൈക്കിൾ എവിടെ? ഓ ഒന്നും പറയണ്ട, ആ പീലിത്തത്തയെ പഠിപ്പിക്കാൻ വേണ്ടി ഗംഭീർ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുക. എനിക്കും പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിനക്ക് സൈക്കിൾ അറിയില്ലേ? ഇല്ല പപ്പീസേ, എനിക്ക് അറിയത്തില്ല. ഓ കഷ്ടം, ഇക്കാലത്ത് ആർക്കാ സൈക്കിൾ ചവിട്ടാൻ അറിയാത്തത്? സൈക്കിള് പഠിച്ച എനിക്ക് സ്വന്തമായിട്ട് സൈക്കിൾ കിട്ടും. അതെങ്ങനെ? അങ്കിളിന്റെ മോന് 2 സൈക്കിൾ ഉണ്ട്. ഒന്ന് എനിക്ക് തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. ഓഹോ, എങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിക്കാം കേട്ടോ. നേരോ? അതേന്ന്, പക്ഷെ ചെലവ് ചെയ്യണം. എന്ത് ചെലവ് വേണമെങ്കിലും ഞാൻ തരാം. എങ്കിലാ സൈക്കിളുമായി ഗംഭീർ വന്നോട്ടെ, നിന്നെ ഞാൻ പഠിപ്പിക്കാം. ശരി ശരി, എങ്കിലൊരു സൂപ്പർ ചെലവ് എന്റെ വക ഉറപ്പ്. അവൻ സൈക്കിൾ തരില്ലെങ്കിൽ ആദ്യമേ പറയണായിരുന്നു. ഇതിപ്പോ പഠിച്ചു കഴിഞ്ഞ് നാണക്കേടായി പോയി. പഠിച്ചു കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടുമെന്ന് പൊങ്ങച്ചൻ പറഞ്ഞത് വെറുതെ ആയി. എങ്ങനെയെങ്കിലും ഒരു സൈക്കിൾ വാങ്ങണം. പാപ്പയോട് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലപോലെ പഠിച്ച ആ സൈക്കിൾ വാങ്ങി തരാമെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞതാ. പക്ഷെ എന്ത് ചെയ്യാനാ, പരീക്ഷയ്ക്ക് മാർക്ക് കുറവ്. പാപ്പയോട് എങ്ങനെ ചോദിക്കും? ഇത് ഗംഭീറിന്റെ വീടല്ലേ? നല്ല സൈക്കിൾ. ഗംഭീർ, ഗംഭീർ, ഇവിടെ ആരുമില്ലേ? ഇവരല്ല എവിടെ പോയി? ഗംഭീർ, വാതിൽ പൂട്ടിയിരിക്കുകയാണല്ലോ. ഇവര് കുടുംബസമേതം എവിടെയെങ്കിലും പോയിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? കൊള്ളാമല്ലോ. ഗംഭീറിന്റെ സൈക്കിൾ ഇതൊന്ന് ഓടിച്ചാലോ? ആരും കാണാനൊന്നുമില്ല. ഒരു റൗണ്ട് സൈക്കിൾ ചവിട്ടാം. അങ്ങനെ ഗംഭീറിന്റെ സൈക്കിൾ അടിച്ചു മാറ്റി. ഇതിപ്പോ എന്റെ വണ്ടി, മൈ ഓൺ വണ്ടി, അങ്കിളിന്റെ മകൻ തന്ന വണ്ടി. വണ്ടി വീട്ടിൽ കൊണ്ടുപോകുന്നത് അപകടമാണ്. ഇത് എവിടെയെങ്കിലും ഒളിപ്പിക്കണം. പപ്പയ്ക്കും മമ്മിക്കും സംശയം തോന്നാത്ത വിധത്തിൽ വേണം കാര്യങ്ങൾ നീക്കാൻ. ഇത് എവിടെയെങ്കിലും ഒളിപ്പിക്കും. തൽക്കാലം ഏതെങ്കിലും കുട്ടിക്കാട്ടിൽ ഒളിപ്പിക്കാം. ഇന്നാലും ഗംഭീറിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് സൈക്കിൾ മോഷ്ടിച്ചത് ആരായിരിക്കും? ആർക്കറിയാം. എനിക്ക് സങ്കടം വരുന്നു. സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? സൈക്കിൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അതെ, എവിടെ അന്വേഷിക്കാൻ, ആരെ സംശയിക്കാൻ? എന്റെ സൈക്കിള് പോയത് തന്നെ. കരയല്ലേ, നീ ഒന്ന് സമാധാനിക്ക്. പപ്പീസും ഞങ്ങളും ഒക്കെ തിരയുന്നുണ്ട്. നമുക്ക് എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കാം. ഹോ, ഞാൻ പപ്പയുടെ കൂടെ ഷോപ്പിങ്ങിന് പോയതാ പ്രശ്നമായത്. അതിലൊന്നും ഒരു തെറ്റുമില്ല ഗംഭീർ. നമുക്ക് എത്രയും പെട്ടെന്ന് സൈക്കിള് കണ്ടെത്തണം. അതെ, നമ്മള് അന്വേഷണം നിർത്തരുത്. ദൈവമേ, എന്റെ സൈക്കിൾ എനിക്ക് തിരിച്ചു തരണേ. ഗംഭീർ വിഷമിക്കാതെ. എന്താ പപ്പീസേ ഓടിക്കതച്ച്? അതെ, അത് നീ കിതക്കാതെ കാര്യം പറ. നമ്മുടെ കപിലേ ആശുപത്രിയിലാ കേട്ടോ. ആശുപത്രിയിലോ? അതെ കൂട്ടുകാരെ, അവൻ സൈക്കിളിൽ നിന്ന് വീണുവെന്ന്. എന്നിട്ട് എന്താ പറ്റിയത്? അവന് സൈക്കിൾ ഇല്ലല്ലോ.
പിന്നെ എങ്ങനെയാ സൈക്കിളിൽ നിന്ന് വീഴുന്നത്? ശരിയാണ്. അവനൊരു സൈക്കിൾ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ചിലപ്പോ അതങ്ങ് കിട്ടിക്കാണും. എന്തായാലും അത് വളരെ കഷ്ടമായി പോയി. അതെ, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോയാലോ? ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാ പറഞ്ഞത്. എങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം. നിങ്ങള് വീട്ടിൽ പൊക്കോ, എനിക്ക് വൈകിട്ട് വരാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാം. എന്നാ ശരി മോട്ടു. മോട്ടു ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലേ. നമുക്ക് വൈകിട്ട് വീട്ടിലേക്ക് പോകാം അല്ലേ? പാവം കപില്, കഷ്ടമായി പോയി. പാവം കപില്. ഓ, കഷ്ടം തന്നെ. ഇത് എപ്പോ സംഭവിച്ചു? എന്റെ പ്രവൃത്തികളുടെ പ്രതിഫലം. എന്താ കപിൽ ഇത്? സമാധാനിക്ക്. അതെ അതെ, എല്ലാം ശരിയാവും. ആട്ടെ കപിൽ, നീ എപ്പോഴാ അങ്കിളിന്റെ വീട്ടിൽ പോയി സൈക്കിൾ എടുത്തുകൊണ്ട് വന്നത്? എന്താ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? ചങ്ങാതിമാരെ, ഞാൻ തെറ്റ് ചെയ്തു. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ്. എന്താ കപിൽ, നീ എന്താ പറയുന്നത്? എന്നെ തള്ളിയിട്ട സൈക്കിൾ അങ്കിളിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ല. അത് പിന്നെ എവിടുന്നാ നിനക്ക് സൈക്കിൾ കിട്ടിയത്? ഓഹോ, കരയണ്ട, കാര്യം മനസ്സിലായി. ഗംഭീറിന്റെ മോഷ്ടിക്കപ്പെട്ട സൈക്കിൾ അതല്ലേ? അതെ കൂട്ടുകാരെ, ഞാൻ ഗംഭീറിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സൈക്കിളാ എന്നെ ഈ നിലയിലാക്കിയത്. കഷ്ടം. സാരമില്ല കപിൽ, നിനക്ക് കാര്യമായി ഒന്നും പറ്റിയില്ലല്ലോ. മോഷ്ടിച്ചു കിട്ടിയ സാധനം എന്നെ ഈ നിലയിലാക്കി. ഇനി ഞാൻ ഒരിക്കലും മോഷ്ടിക്കില്ല, തീർച്ച. അതെ, അത് നല്ല തീരുമാനമാണ്. അതെ കപിൽ, സൈക്കിൾ 1-2 ദിവസം വേണമെങ്കിൽ ഈ ഗംഭീറിനോട് ചോദിച്ചാ പോരായിരുന്നു. കൂട്ടുകാരെ, ഞാൻ തെറ്റിദ്ധരുത്തി ജീവിക്കാൻ തയ്യാറാ. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇനി മോഷ്ടിക്കില്ല. ശരി ശരി, നിന്റെ അസുഖം എത്രയും വേഗം മാറാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ നീ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് ഞങ്ങളോടൊപ്പം കളിക്കാൻ റെഡിയാകും. തീർച്ചയായും. നന്ദിയുണ്ട് കൂട്ടുകാരെ, നന്ദിയുണ്ട് ഈ സ്നേഹത്തിന്. ഓരോ കഥകൾക്കും ഓരോ ആശയങ്ങൾ നമ്മളോട് പറയാനുണ്ട്. അത് കഥകൾക്ക് മാത്രമല്ല, ചിത്രങ്ങൾക്കുമുണ്ട്. ശരിയാ, ദേവസി സാറിന്റെ ചിത്രങ്ങൾ നമ്മളോട് ബൈബിളാണ് സംസാരിക്കുന്നത്. നിറങ്ങളുടെ സുശേഷം കാണാൻ കൊതിയായി. പോകാം ചിത്രശാല. പ്രിയ കൊച്ചുകൂട്ടുകാർക്ക് ചിത്രശാലയിലേക്ക് സ്വാഗതം. ഒരു ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് സാംസൺ ഒരു ആട്ടിൻകുട്ടിയുമായി തൻ്റെ ഭാര്യ വീട്ടിൽ വരുന്നൊരു ചിത്രമാണ് ഇന്നിവിടെ വരയ്ക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഫിലിസ്ത്യരെ തോൽപ്പിക്കുന്നു. കുറെ നാൾ കഴിഞ്ഞ് സാംസൺ ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് ഒരാട്ടിൻകുട്ടിയുമായി ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയുടെ ശയനമുറിയിൽ പ്രവേശിക്കട്ടെ. പക്ഷേ പിതാവ് അത് അനുവദിച്ചില്ല. അവളുടെ പിതാവ് പറഞ്ഞു, നീ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് ഞാൻ അവളെ നിന്റെ കൂട്ടുകാരന് കൊടുത്തു. അവളുടെ ഇളയ സഹോദരി അവളേക്കാൾ സുന്ദരിയല്ലേ? അവളെ സ്വീകരിച്ചാലും. സാംസൺ പറഞ്ഞു, ഇപ്രാവശ്യവും ഫിലിസ്ത്യരോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കില്ല.
സാംസൺ പോയി 300 കുറുനരികളെ പിടിച്ചു. കുറെ പന്തങ്ങളും ഉണ്ടാക്കി. ഈ 2 എണ്ണത്തെ വാലോട് വാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വച്ചുകെട്ടി. അനന്തരം അവൻ പന്തങ്ങൾക്ക് തീ കൊളുത്തി. അവയെ ഫിലിസ്ത്യരുടെ ധാന്യവിളയിലേക്ക് വിട്ടു. വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവ് തോട്ടങ്ങളും കത്തിച്ചാമ്പലായി. ഫിലിസ്ത്യർ ചോദിച്ചു, ആരാണിത് ചെയ്തത്? അവർ പറഞ്ഞു, ആ തിമ്നാക്കാരൻ്റെ മരുമകനായ സാംസൺ അവൻ്റെ ഭാര്യയെ അമ്മായിയപ്പൻ അവൻ്റെ കൂട്ടുകാരന് കൊടുത്തതുകൊണ്ട് ചെയ്തതാണിത്. ഫിലിസ്ത്യർ ചെന്ന് അവളെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി. സാംസൺ അവരോട് പറഞ്ഞു, ഇങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും. അവൻ അവരെ ക്രൂരമായി പ്രഹരിച്ച് കൊന്നുകളഞ്ഞു. അതിനുശേഷം അവൻ ഏത്താം പാറക്കെട്ടിൽ പോയി താമസിച്ചു. അപ്പോൾ ഫിലിസ്ത്യർ യൂദായിൽ ചെന്ന് പാളയമടിച്ച് ലേഹിപ്പട്ടണം ആക്രമിച്ചു. യൂദായിലെ ജനം ചോദിച്ചു, നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നതെന്തുകൊണ്ട്? അവർ പറഞ്ഞു, സാംസൺ ഞങ്ങളോട് ചെയ്തതിന് പകരം വീട്ടാൻ അവനെ ബന്ധനസ്ഥനാക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ യൂദായിലെ 3000 ആളുകൾ ഏത്താം പാറയിടുക്കിൽ ചെന്ന് സാംസനോട് ചോദിച്ചു, ഫിലിസ്ത്യരാണ് ഞങ്ങളുടെ ഭരണാധികാരികൾ എന്ന് നിനക്കറിഞ്ഞുകൂടെ? പിന്നെ നീ ഇപ്പോൾ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? അവൻ പറഞ്ഞു, അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു. അവർ പ്രതിവചിച്ചു, നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിലേൽപ്പിക്കാൻ വന്നിരിക്കെയാണ് ഞങ്ങൾ. സാംസൺ പറഞ്ഞു, നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സത്യം ചെയ്യുക. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നിന്നെ ബന്ധിച്ച് ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കുകയേയുള്ളൂ, കൊല്ലുകയില്ല. അവർ പുതിയ 2 കയറുകൊണ്ട് അവനെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നു. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫിലിസ്ത്യർ ആർപ്പുവിളികളോടെ അവനെ കാണാനെത്തി. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. കെട്ടുകൾ അറ്റുവീണു. ആയിടെ ചത്ത ഒരു കഴുതയുടെ താടിയെല്ല് കിടക്കുന്നത് അവൻ കണ്ടു. അതെടുത്ത് അവൻ 1000 പേരെ അതുകൊണ്ട് കൊന്നു. സാംസന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ദൈവഹിത പ്രകാരമായിരുന്നു. നിറങ്ങളും കഥകളും അടങ്ങിയ ഈ കാഴ്ചക്കൂട്ടിനെ പറ്റി നിങ്ങൾക്കൊത്തിരി പറയാനുണ്ടാകും. എന്തഭിപ്രായവും എഴുതാം. എഴുതേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ്
673528. പ്രാർത്ഥനയും പഠനവും കോർത്തിണക്കിയ ഉല്ലാസവും ആനന്ദവും സമന്വയിപ്പിച്ച പുതിയ വാരം ആശംസിച്ചുകൊണ്ട് ബൈ.